നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രജനി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ പിണറായി സർക്കാർ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. പ്രദേശത്തെ ഭൂഗർഭ ജലനിരപ്പ് ഗുരുതരാവസ്ഥയിൽ. കൃത്യമായ ഉത്തരം നൽകാനാകാതെ എക്സൈസ് മന്ത്രി MP രാജേഷ്. സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയിടത്ത് കയ്യേറ്റ ഭൂമിയിൽ. ജനം ബ്രേക്കിംഗ്. സ്ഥലത്ത് പ്രതിഷേധം ശക്തമാക്കി BJP. കണ്ണൂരിൽ നവജാത ശിശുവിന്റെ കാലിൽ നിന്നും സൂചി കണ്ടെത്തിയ സംഭവം അന്വേഷിക്കും. ഉന്നതതല സമിതിയെ നിയോഗിച്ച് പരിയാരം മെഡിക്കൽ കോളേജ്. വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെന്നും സൂപ്രണ്ട്. ജനം ബിഗ് ഇംപാക്ട്. കൂത്താട്ടുകുളം നഗരസഭയിൽ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിരോധത്തിലായി CPM. തട്ടിക്കൊണ്ടുപോയത് പോലീസിന്റെ ഒത്താശയോടെന്ന് കോൺഗ്രസ്. മൂവാറ്റുപുഴ DYSPക്കെതിരെ അന്വേഷണം നടത്താൻ നിർദ്ദേശം. ഏകതയുടെ ആഘോഷമാണ് മഹാകുംഭമേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് കുംഭമേളയെന്നും മൻ കി ബാത്തിൽ മോദി. സ്പേഡെക്സ് പരീക്ഷണം വിജയകരമാക്കിയ ISRO ശാസ്ത്രജ്ഞർക്കും അഭിനന്ദനം. കൊസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. മുൻ പ്രിൻസിപ്പൽ ദീപക് സാഹു അടക്കം 3 പ്രതികൾ. കുറ്റക്കാർക്കെതിരെ ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. തിരുവനന്തപുരം തമ്പാനൂരിൽ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങൾ മരിച്ച നിലയിൽ. മരിച്ചത് മഹാരാഷ്ട്ര സ്വദേശികൾ. താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മകൻ ആഷിഖിനെ വൈദ്യപരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കട. ദേശീയഗാനത്തെ അപമാനിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. ദേശീയഗാനം ആലപിക്കുമ്പോൾ പാർട്ടി പരിപാടിക്കിടെ വേദിയിലൂടെ നടന്ന് രാഹുൽ. പാലക്കാട് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയ ഇടത്ത് കയ്യേറ്റ ഭൂമി. മണ്ണുകാട് സ്വദേശികളായ കുടുംബം കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കോൺഗ്രസ് നേതാവാണ് കയ്യേറ്റ ഭൂമി മറിച്ചു വിറ്റതെന്നാണ് കുടുംബത്തിന്റെ പരാതി. 1.5 ഏക്കറോളം ഭൂമിയാണ് കുടുംബത്തിന് നഷ്ടമായത്. വ്യാജരേഖകൾ ഉണ്ടാക്കിയ അയൽവാസികൾ ഭൂമി കൈവശപ്പെടുത്തിയെന്നും കമ്പനിക്ക് മറിച്ചുവിറ്റുവെന്നും പരാതിയിൽ പറയുന്നു. അരുൺ കുടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഭൂമിയിൽ കയ്യേറ്റ ഭൂമിയുണ്ട് എന്നുള്ളതാണ്. ആറു പാറു ദമ്പതികളുടെ അവകാശികളാണ് തങ്ങളുടെ ഭൂമി കൂടി ഈ കമ്പനി ഏറ്റെടുത്തതിലുണ്ട് എന്നുള്ളതുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ എത്ര ഭൂമിയാണ് ഇങ്ങനെ ഏറ്റെടുത്തത്? 2 ഏക്കറിൽ താഴെ ഭൂമിയുണ്ട്. ഞങ്ങൾ 2 ആഴ്ച മുന്നേ വില്ലേജിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈ സ്ഥലം വിറ്റുപോയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വില്ലേജുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇതിൽ അവകാശപ്പെട്ട എല്ലാ ആൾക്കാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതുമായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന വരെ ഞങ്ങൾ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഭൂമി ഇവിടെ ഉള്ളത് നേരത്തെ അറിയില്ലായിരുന്നു? അതായത് നേരത്തെ അറിയും. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്ന നാൾ മുതലേ ഉണ്ടായിരുന്നു. 5 വർഷത്തിന്റെ മുന്നേ വരെ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തതായിരുന്നു. മയിലും വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടും പന്നികളുടെ ഇതുകൊണ്ടും ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാതായപ്പോൾ ഞങ്ങൾ 5 വർഷമായി ഈ ഭൂമി തരിച്ചിട്ടിരിക്കുകയായിരുന്നു.
ഇപ്പോൾ സ്ഥലം കമ്പനിക്കാർ ഏറ്റെടുത്തു പറഞ്ഞപ്പോഴാണ് ഞങ്ങളറിയാതെ ഞങ്ങളുടെ സ്ഥലം വിറ്റുപോകില്ലല്ലോ എന്നാൽ വില്ലേജിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ സ്ഥലം വിറ്റുപോയിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആരാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് പർവ്വജവും അപ്പക്കുട്ടൻ പറഞ്ഞ വ്യക്തിയും ആറുമുഖം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഈ 3 ആൾക്കാരും കൂടിയിട്ടാണ് ഇത് വിറ്റിരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. അപ്പക്കുട്ടൻ ഇവിടുത്തെ മെമ്പർ തന്നെയാണ്. 6-ാം വാർഡിലാണ് അയാൾ താമസം. എലപ്പുള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മെമ്പറായിട്ട് അയാൾ കമ്പനിക്ക് വിറ്റിരിക്കുന്നത്. പർവ്വജവും ഉണ്ട് ഇതിൽ കൂടെ. കൃഷി ചെയ്യാനുള്ള അങ്ങനെ തരിച്ചിട്ടാണുള്ള അറിഞ്ഞു വിറ്റത് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂത്ത കളിയത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് വിറ്റുപോയി എന്നാ പറയുന്നത്. അപ്പം നാട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ സ്ഥലവും കൈ വിട്ടുപോയില്ല, നിങ്ങൾ അതിന് പിടിച്ചെടുത്തുകൂടെ എന്ന് കണ്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ടില്ല. അതും കമ്പനിക്കാർ ഞങ്ങൾക്ക് പരാതി ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരാതിയുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളിവിടെ ഇരുന്നത് അങ്ങനെ എൻ്റെ ഓർമ്മയിലുണ്ട് തരാം. എനിക്കും ഇപ്പോൾ 65 വയസ്സായി. അയ്യോ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഉള്ളതാണ്. ഞങ്ങളുടെ പൂർവ്വമായിട്ടുള്ള സ്ഥലമാണ്. വില്ലേജിൽ പോയപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? വില്ലേജിൽ പോയപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭൂമി വിറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ എന്താ വേണ്ടി എല്ലാവരും കൂടി നമ്മളെന്തെങ്കിലും ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ടാണ്. നികുതി നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് അടച്ചില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ ഇന്നലെ പോയി പരാതി നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവർ കസബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ, അതായത് ഈ ഭൂമി കച്ചവടത്തിന് നിന്നു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായ പ്രദേശത്തെ വാർഡ് മെമ്പറായ അപ്പുക്കുട്ടൻ ഉൾപ്പെടെയാണ് ഇവരുടെ ഭൂമി വിറ്റ് അതിന്റെ പൈസ എടുത്തിരിക്കുന്നത് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ മദ്യവർജന നയത്തിലെ പൊള്ളത്തരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം ബാറുകൾ തുറന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് പിണറായി വിജയന്. വിവാദ സ്ഥാപനം പാലക്കാട് വിഭാവനം ചെയ്യുന്നത് വമ്പൻ മദ്യനിർമ്മാണശാല. അഴിമതിക്കും ജലമലിനീകരണത്തിനും പേരുകേട്ട സ്ഥാപനത്തിനെ അനുമതി ഉത്തരവിൽ പുകഴ്ത്തി സർക്കാർ. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്നായിരുന്നു അധികാരത്തിലേറുമ്പോൾ ഇടത് സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ ഭരണം ആരംഭിച്ച് 9 വർഷമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 29-ൽ നിന്ന് 836-ലേക്ക് ഉയർന്നു. അതായത് 2 ടീമുകളിലായി പിണറായി സർക്കാർ അനുമതി നൽകിയത് 807 ബാറുകൾക്ക്. രണ്ടാം പിണറായി സർക്കാർ മാത്രം 131 പുതിയ ബാർ ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട്. ബാറുകൾക്ക് അനുമതി ലഭിക്കുന്ന പ്രതീക്ഷയിൽ കൂടുതൽ ഹോട്ടലുകളുടെ നിർമ്മാണവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. 278 ബെവ്കോ ഔട്ട്ലെറ്റുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലാഭകരമെങ്കിൽ കൂടുതൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കാനും സർക്കാർ ആലോചിക്കുന്നു. മദ്യവർജനം പറഞ്ഞ് വോട്ട് പിടിച്ചവർ ഫലത്തിൽ മദ്യോപയോഗം വർദ്ധിക്കാൻ കാരണമായെന്ന് സാരം. ഇതിന് പിന്നാലെയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട്ട് വിദേശമദ്യ നിർമ്മാണശാലയ്ക്കും സർക്കാർ അനുമതി നൽകിയത്. വിദേശമദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, എഥനോൾ യൂണിറ്റ്, മാൾട്ട് സ്പിരിറ്റും ബ്രാൻഡിയും വൈനും ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റുകൾ, ബ്രൂവറി എന്നിങ്ങനെ 600 കോടിയുടെ വമ്പൻ മദ്യ നിർമ്മാണശാലയാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വമ്പൻ സ്ഥാപനം വിഭാവനം ചെയ്യുന്നത്. അഴിമതിക്കും ജലമലിനീകരണത്തിനും പേരുകെട്ട സ്ഥാപനത്തിനെ അനുമതി ഉത്തരവിൽ പുകഴ്ത്താനും സർക്കാർ മടി കാണിച്ചിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാനുള്ള പരിചയസമ്പന്നതയും സാങ്കേതിക പ്രാവീണ്യവും സ്ഥാപനത്തിനുണ്ടെന്നാണ് സർക്കാർ നിലപാട്. ജലചൂഷണ സാധ്യതകളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും ഉറച്ച നിലപാടിൽ മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കി പണം കൊയ്യുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനം, തിരുവനന്തപുരം. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി. 4 ആഴ്ച പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ സൂചി ഇരുന്നത് 25 ദിവസം. പെരിങ്ങോത്ത് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയാണ് ദുരിതം അനുഭവിച്ചത്. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉന്നതതല സമിതിയെയും നിയോഗിച്ചു. ജനം, ഇംപാക്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 22-നാണ് പെരിങ്ങോം സ്വദേശി ശ്രീജുവിന്റെ ഭാര്യ രേവതി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. 24 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുകയും ചെയ്തു. ഇതിനുശേഷം കുത്തിവെപ്പെടുത്ത സ്ഥലം പഴുത്തു പൊട്ടി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഴുപ്പ് മാറിയില്ല. കുഞ്ഞിന്റെ പ്രയാസങ്ങളും വർദ്ധിച്ചു. കുടുംബത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ പയ്യന്നൂരിലെ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ കാലിൽ നിന്ന് സൂചി കണ്ടെത്തി. അപ്പോൾ കുട്ടിയാണെങ്കിൽ രാത്രി ഫുള്ള് കരച്ചിലും ഉറങ്ങുന്നില്ല. എന്നിട്ട് ഇന്നലെ അമ്മ ഇവിടെ പോയി പയ്യന്നൂർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് എന്നെ അവിടുത്തെ ഡോക്ടർ കണ്ടാടിങ്ങനെ നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്ന കണ്ടിട്ട് എന്നെ അന്ന് ക്ലീനാക്കാൻ പറഞ്ഞ സമയത്ത് അവരിങ്ങനെ ഞെക്കി പോകുമല്ലോ. അപ്പോൾ ആ ക്ലീനാക്കുന്ന സമയത്ത്
അതിൽ നിന്ന് നീഡിൽ പുറത്തേക്ക് വരുന്നത്. ആ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ നീഡിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെന്തായാലും പിന്നെ ചെറിയ കേസം നല്ലല്ല, ഇത്ര പോലില്ലോ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിക്ക് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ അവസ്ഥ. കുടുംബം അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എത്രയെന്ന് ഇവരുടെ വാക്കുകളിൽ തന്നെയുണ്ട്. പിന്നെ ഇത് പൊട്ടി രണ്ടാമത് വരുമ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. അന്നേരം അവർ ഓൾമെൻറ്റ് തന്നു. പിന്നെ ആദ്യം ഒരു ആൻറ്റിബയോട്ടിക്, പിന്നെ രണ്ടാമത് ഒരു ഓൾമെൻറ്റും തന്നു. മൂന്നാമത് വരുമ്പോൾ നമുക്ക് BKM എടുത്തിട്ട് പോകുന്നു. അന്നേരമാണ് ഇത് സിസ്റ്റർമാരത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. ആദ്യം വിചാരിച്ചു നമ്മൾ പിമ്പിളിൽ ഉണ്ടാവുന്ന ആണി ഉണ്ടാവില്ലേ, അത് പുറത്തേക്ക് വരുന്നതെന്ന് വെച്ചു. സിസ്റ്റർമാർ ഇത് പൊന്തിക്കുമ്പോൾ അത് വരുന്നില്ല കയ്യിലേക്ക്. എന്നിട്ട് 3/4 പൊന്തി വെക്കുമ്പോൾ ഡോക്ടറെ പോയി വിളിച്ചിട്ട് അത് ഫുള്ളായിട്ട് പുറത്തെടുക്കുന്നത്. 3.7 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു ആ സൂചിയ നീളം. കുഞ്ഞ് അത്രയൊക്കെ വേദന തിന്നിട്ടുണ്ടാവില്ല. 1 മാസത്തോളം അതായി അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മ അനുഭവപ്പെട്ടു നമുക്കേ അറിയാവൂ. ഇങ്ങനെ ഏത് കുഞ്ഞിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവം അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉന്നതതല സമിതിയെ നിയോഗിച്ചു. വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് സൂപ്രണ്ട് ജനം ടിവിയോട് പറഞ്ഞു. ജനം, കണ്ണൂർ. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയാണ് നിർദ്ദേശം നൽകിയത്. അഡീഷണൽ SPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത് പോലീസാണെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിലുണ്ടായ തർക്കത്തിനിടെ CPM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിലാണ് അന്വേഷണം. മൂവാറ്റുപുഴ DYSP ബൈജു PM-നെതിരെയാണ് അന്വേഷണത്തിന് നിർദ്ദേശം. അഡീഷണൽ SP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിർദ്ദേശം നൽകി. ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾ പോലീസിന്റെ ഒത്താശയോടെയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത് പോലീസാണ്. പ്രതികൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയെന്നും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. കലാരാജുവിനെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൂത്താട്ടുകുളത്ത് സുരക്ഷിതമല്ലാത്തതിനാലായിരുന്നു എന്നുമാണ് കോൺഗ്രസ് വിശദീകരണം. അതേസമയം എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിച്ച കലാരാജു ചികിത്സയിൽ തുടരുകയാണ്. തന്നെ തട്ടിക്കൊണ്ടുപോയത് CPM നേതാക്കളാണെന്നാണ് കലാരാജു ആരോപിക്കുന്നത്. ആശുപത്രി വിട്ട ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കലാരാജു പറഞ്ഞിരുന്നു. ജനം, കൊച്ചി. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നു. സംഭവത്തിൽ പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി UDF നാളെ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം പോലീസ് വീഴ്ച ഉണ്ടായിട്ടും ഇല്ലെന്നും കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നും ആവർത്തിക്കുകയാണ് CPM. സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൂത്താട്ടുകുളം നഗരസഭയിലെ ഭരണപ്രതിപക്ഷ പോര് മുറുകുകയാണ്. CPM ഭരിക്കുന്ന നഗരസഭയിൽ UDF അവിശ്വാസത്തെ അനുകൂലിച്ച CPM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷിനെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, സുമാ വിശ്വംഭരൻ, CPM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവരാണ് മറ്റു പ്രതികൾ. കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഏരിയ സെക്രട്ടറി PB രതീഷ് ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോയതായാണ് സൂചന. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും CPM ആസൂത്രിതമായാണ് പദ്ധതി നടപ്പാക്കിയതെന്നും UDF ആരോപിക്കുന്നു. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച തന്നെ UDF ഹൈക്കോടതിയെ സമീപിക്കും. ഇവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നു, 100-ഓളം പോലീസ് ഉണ്ടായിരുന്നു. DYSPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 13 കൗൺസിലർമാർ, കോറം ചെയ്യാൻ ആവശ്യമായത് 13ആണ്, ഭൂരിപക്ഷത്തിനും ആവശ്യം 13ആണ്. UDFന്റെ 11 കൗൺസിലർമാർ, സ്വതന്ത്ര അംഗവും ശ്രീമതി കലാരാജു CPMന്റെ കൗൺസിലർ, ഞങ്ങൾ 3 കാറുകളിലായി ഒന്നിച്ച് വന്ന് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ പോലീസ് കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ഒരു സൈഡിലേക്ക് തള്ളി മാറ്റുന്നു. CPMന്റെ പ്രവർത്തകർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നു. അതേസമയം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് CPM. ഏകകണ്ഠമായി എടുത്ത തീരുമാനം കലാരാജു മാറ്റി പറയുന്നത് എന്തുകൊണ്ട് എന്നറിയില്ല. തിങ്കളാഴ്ച പാർട്ടി യോഗം ചേർന്ന് മറ്റു തീരുമാനങ്ങൾ എടുക്കുമെന്നും CPM നേതാക്കൾ വ്യക്തമാക്കി. എന്തിനതങ്ങനെ പറയുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവിടെ അങ്ങനെ പോലീസിന് വീഴ്ച ഉണ്ടാകേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലില്ല.
തിങ്കളാഴ്ച നടക്കുന്ന CPM യോഗത്തിൽ കലാരാജുവിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. അതേസമയം തിങ്കളാഴ്ച വൈകിട്ട് കൂത്താട്ടുകുളം ടൗണിൽ വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും നടത്താനാണ് UDF തീരുമാനം. സുബിൻ തോമസ്, ജനം, കൊച്ചി. കുസാറ്റിൽ ടെക് ഫെസ്റ്റിനിടെ 4 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 3 പേരാണ് കുറ്റപത്രത്തിൽ പ്രതികൾ. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N. ബിജു എന്നിവരാണ് മറ്റു പ്രതികൾ. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റവും ചുമത്തി. രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 നവംബർ 25-നാണ് ദുരന്തം ഉണ്ടായത്. എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു മരണം സംഭവിച്ചത്. തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര സ്വദേശികളായ പുരുഷനും സ്ത്രീയുമാണ് മരിച്ചത്. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ബന്ധുക്കളുണ്ടെങ്കിലും അനാഥരെന്നും തൊഴിലില്ലെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ് കോണ്ടിബാബാമനെ, മുക്ത കോണ്ടിബാബാമനെ എന്നിവർ തിരുവനന്തപുരത്തെത്തിയത്. അന്ന് തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള ഹോട്ടലിൽ മുറിയെടുത്തു. ഇന്ന് രാവിലെ ഹോട്ടൽ ജീവനക്കാർ മുറിയുടെ വാതിലിൽ ഏറെ നേരം തട്ടിയെങ്കിലും തുറന്നില്ല. ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുരുഷൻ ഫാനിൽ തൂങ്ങിയ നിലയിലും സ്ത്രീ കട്ടിലുമാണ് മരിച്ചു കിടന്നത്. ദുരൂഹതയുണ്ടോയെന്ന് പരിശോധിക്കുന്നുവെന്ന് DCP നക്കുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. ഇത് ഈ പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആൺ ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. സോ ഇവിടെ വന്നിട്ട് അവന് ഒരു 2 ദിവസമായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫോർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. വേറെ ഇൻഫോർമേഷൻ ഇതുവരെ ഇല്ല. അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. സൂസൈഡ് നോട്ടീസ് ദെയർ നമ്മൾ ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്. സോ ബേസ്ഡ് ഓൺ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓൺലി വി ക്യാൻ റിവീൽ മോർ ഡീറ്റെയിൽസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതേസമയം മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. തൊഴിലില്ലെന്നും അനാഥരാണെന്നും ആത്മഹത്യ ചെയ്യുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത്. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും കുറിപ്പിലുണ്ട്. തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം. കണ്ണൂരിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയ അരീക്കമലയിലാണ് സംഭവം. വലിയ അരീക്കമല സ്വദേശി അനീഷാണ് മരിച്ചത്. മൃതദേഹത്തിൽ ചോരക്കറയും മുറിവുകളും കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് വിവരം? രജനി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കണ്ണൂർ വലിയരീക്കമലയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോരയിൽ കുളിച്ച നിലയിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടത്. വലിയരീക്കമല സ്വദേശിയായ അനീഷിനെയാണ് ഇത്തരത്തിൽ ബന്ധുവിന്റെ വീടിന് മുമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്കും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ തന്നെ മുറിവുകളുണ്ട്. ശരീരം ആസകലം ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ കുടിയാമല പോലീസ് കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് ഉന്നയിക്കുന്നത്. ഈ വീട്ടു വരാന്തയിൽ കിടക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. രജനി, ശരി. കാസർഗോഡ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റതായി പരാതി. ബളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. കുട്ടിയുടെ മുഖത്ത് എല്ലിന് പൊട്ടലുണ്ടെന്നും പിതാവ് ജോർജ് പറഞ്ഞു. പരാതി നൽകിയിട്ടും പോലീസ് കേസ് എടുക്കുന്നില്ലെന്നും ആരോപണം. ദസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദസ്ന, ഇവിടെ ഈ വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്നതും അക്രമം നടക്കുന്നതും ഒക്കെ തന്നെ പതിവായി നടക്കുകയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ. പക്ഷേ ഈ ഒരു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ട് പോലും കേസ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാസർഗോഡ് ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനാണ് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 14-നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നാണ് ഈ കുടുംബം ആരോപിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഈ കുട്ടിയുടെ മുഖത്തും എല്ലിനൊക്കെ പൊട്ടലുണ്ടായിരുന്നു. ഇത് കാട്ടി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണവുമായാണ് ഈ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ
സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന നിരവധി വാർത്തകളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിൽ തക്കതായ നടപടി എടുക്കുവാൻ ഉന്നത അധികാരികൾ ശ്രമിച്ചിരുന്നു എന്നതാണ്. എന്നാൽ ഈ കേസിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ ഉയർന്നു വരുന്നു. കുട്ടിയുടെ മുഖത്തില്ലിനാണ് പൊട്ടൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പിതാവ് പറയുന്നത്. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. രജനി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആഷിഖിനെ വൈദ്യപരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇന്നലെ വൈകിട്ടാണ് മയക്കുമരുന്നിനടിമയായ ആഷിഖ് വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയെ കൊലപ്പെടുത്തിയത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നാണ് കൊലപാതകത്തിന് ശേഷം ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. അതേസമയം സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു സുബൈദ. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നാളെ സ്ഥാനമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പുറത്ത് ചടങ്ങുകൾ നടത്തില്ല. US ക്യാപിറ്റൽ മന്ദിരത്തിലെ റോട്ടണ്ട ഹാളാകും വേദി. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും കെട്ടിടത്തിന് ഉള്ളിലാണ് നടക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിൽ ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഗാസയിൽ പോരാട്ടം തുടർന്ന് ഇസ്രായേൽ. ഹമാസ് വെടിനിർത്തൽ ധാരണ പാലിക്കാത്ത സാഹചര്യത്തിലാണ് പോരാട്ടം തുടരുന്നതെന്ന് ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു. മോചനത്തിനുള്ള ബന്ദികളുടെ പട്ടിക നൽകുന്നത് ഹമാസ് വൈകിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നേരത്തെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ തന്നെ ഗാസയിൽ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയല്ലേ ഇസ്രായേൽ? തീർച്ചയായും രജനി, ഗാസയിൽ പോരാട്ടം തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ വക്താവ് തന്നെ അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് തന്നെ അറിയിക്കുകയായിരുന്നു. അതായത് ഈ വെടിനിർത്തൽ എന്നുള്ളത് ഹമാസിനെ എന്തിനും ചെയ്യാൻ അനുവാദം നൽകുന്നൊരു സാഹചര്യമല്ല ഉണ്ടാക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശക്തമായ ഇടപെടൽ തന്നെ നടത്തുമെന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു. ഈ നിർദ്ദേശത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് പോരാട്ടം തുടരുന്നത്, അല്ലെങ്കിൽ ഗാസയിലെ നടപടിക്രമങ്ങൾ നടപടികൾ തുടരുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. ശക്തമായ ആക്രമണം ഗാസയിൽ ഇപ്പോഴും ഹമാസ് തമ്പടിച്ചിരിക്കുന്ന ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചില ഇടങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയിട്ടുണ്ട്. 2 ഇടങ്ങളിൽ കൃത്യമായി നടത്തി എന്ന വിവരവും ഇസ്രായേൽ സേന അറിയിക്കുന്നുണ്ട്. അത് മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലുമൊക്കെയാണ് ഇത്തരത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ അതായത് ഏതാണ്ട് ഇന്ന് 12 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി ബന്ധുക്കളുടെ മോചനം ആരംഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ ബന്ദികളുടെ മോചനം വൈകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതീവ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഭവ വികാസം എന്നുള്ളതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. നമുക്കറിയാവുന്നതാണ്, നാളെ അതായത് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു ഹമാസിനെ. ഇപ്പോൾ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ഇന്ന് 33 ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നും ആ 33 ബന്ദികളുടെ പേര് വിവരങ്ങൾ നേരത്തെ നൽകണമെന്ന ഒരു ആവശ്യവും നേരത്തെ ഈ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ആ പട്ടിക നൽകുന്നതിന് തയ്യാറായിട്ടില്ല ഹമാസ് എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ വെടിനിർത്തൽ സാധ്യത വൈകുന്നു, അല്ലെങ്കിൽ ഈ ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ സാധ്യതയും വൈകുന്നു. ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണ ഒരു പരിധിവരെ ഹമാസ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന കൃത്യമായൊരു സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട കരാറിൽ ഹമാസിൻ്റെ ചില ഇസ്രായേലിൽ തടവിൽ കഴിയുന്ന ഭീകരന്മാരെ വിട്ടുകിട്ടുന്നതിനുള്ള നീക്കങ്ങൾ പ്രത്യക്ഷമല്ലാതെ തന്നെ നടത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ പരോക്ഷ നീക്കത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനെ ഇസ്രായേലിന് സാധിച്ചു. അത് ശക്തമായി ഉന്നയിക്കുകയും ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാർ ഒപ്പുവെക്കുന്ന ഖത്തറിലേക്കുള്ള യാത്ര നീളുകയും ചെയ്തിരുന്നു, ഒരു ദിവസം നീളുകയും ചെയ്തിരുന്നു. എങ്കിലും വീണ്ടും തുടർ ചർച്ചകൾ ആന്റണി ബ്ലിങ്കൻ എല്ലാം തന്നെ ഇടപെട്ട്, ഈജിപ്തും ഖത്തറും എല്ലാം ഇടപെട്ട് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. അതായത് ആ വിവാദമായി തീർന്ന ആ കൂട്ടിച്ചേർക്കലുകൾ മാറ്റാനുള്ളൊരു നീക്കമുണ്ടായിരുന്നു, തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി വീണ്ടും ഈ സമാധാന കരാർ ഒപ്പുവെക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഹമാസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പട്ടിക നൽകാതിരിക്കുന്നു, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അത് അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഈ ഹമാസ് ഈ കരാർ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി കൂടുതൽ യുദ്ധം അവിടേക്ക് ഉണ്ടാകുമെന്നുള്ളത്, അതിനുള്ള ആദ്യഘട്ട പടി തന്നെയല്ലേ ഇത്?
തീർച്ചയായും ഹമാസിന് നേരെ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അവർക്ക് സൈനിക പിന്തുണ പോലും ഇപ്പോൾ നിലവിൽ മെഡിറ്ററേനിയനിലുള്ള സൈനിക പിന്തുണ മുഴുവൻ കൃത്യമായി അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നൽകാനുള്ളൊരു സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭീകരപ്രവർത്തനത്തിനോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ പ്രചരണ വേളകളിലെല്ലാം തന്നെ അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഭീകരപ്രവർത്തനം, അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ട്രംപ് എന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണം, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഹമാസിലേക്ക്, അതായത് ഹമാസിൻ്റെ നിയന്ത്രണ കേന്ദ്രങ്ങളായ ഗാസയിലേക്ക് ആക്രമണം നടക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടിക്ക് തന്നെ ഇസ്രായേൽ ശ്രമിക്കും. അതിനെ അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും ഹമാസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാവും കാര്യങ്ങൾ ചെന്നെത്തുക. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ളൊരു നീക്കം നടത്തുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്നൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിനെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരും പിന്തുണയ്ക്കുക കൂടി ചെയ്യുമ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനാന്തരീക്ഷം സ്ഥാപിക്കാനുള്ള ലോകത്തിൻ്റെ നീക്കത്തെ തുരങ്കം വയ്ക്കുന്ന ഒരു നീക്കത്തിന് തുടക്കമായിട്ടായിരിക്കും ഹമാസിൻ്റെ ആ നിലപാടിനെ വ്യാഖ്യാനിക്കപ്പെടുക. അത് വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിലുമെല്ലാം തന്നെ വിന്യസിച്ചിട്ടുള്ള, ചെങ്കടലിലും മെഡിറ്ററേനിയനിലുമെല്ലാം വിന്യസിച്ചിട്ടുള്ള സൈനിക സംവിധാനങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നേരത്തെ ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിന് പുറകെ ഉണ്ടായ അതിശക്തമായ ഇസ്രായേലിൻ്റെ ആക്രമണത്തേക്കാൾ ഭീകരമായൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നതിനും ഹമാസിൻ്റെ അതിശക്തമായ പ്രതിരോധം, അതിശക്തമായ ആക്രമണം ഹമാസ് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യവും ഉണ്ടാകും. സ്വാഭാവികമായും ഹൂതി വിമതർക്കെതിരെയും ഹിസ്ബുള്ള ഇപ്പോൾ ഏതാണ്ട് നിഷ്പ്രഭമായിരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ കൂടി ഹൂതി വിമതരും അതുപോലെ ഇറാഖിലെ ചില ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുള്ളതിനാൽ അതിശക്തമായ തിരിച്ചടി ഇവരുടെ ഭാഗത്ത്, അതായത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കാൻ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വാക്കുകൾ ഇവിടെ പറയുകയാണ്, താൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം ഉണ്ടാകണമെന്നുള്ള കാര്യം. അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ഇനി ഒരു ദിവസം മാത്രമേ അതിന് ബാക്കിയുള്ളൂ. ഇനി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന US തന്നെ ഇതിലൊരു ഇടപെടൽ അതിശക്തമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ? തീർച്ചയായും അമേരിക്കയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ അതിശക്തമായി ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തിന് നിലവിൽ നൽകുന്ന പിന്തുണ വീണ്ടും ആവർത്തിക്കുന്നൊരു നീക്കമായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈജിപ്തും ഖത്തറും സന്ദർശിച്ച ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയത് സമാധാന പുനഃസ്ഥാപനത്തിന് അമേരിക്ക കൂടെ നിൽക്കുന്നുവെന്നാണ്. പക്ഷേ അതിന് ആ നീക്കത്തിന് തുരങ്കം വയ്ക്കാൻ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളുണ്ടായാൽ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ദികളുടെ പട്ടിക നൽകണം, രാവിലെ നേരത്തെ തന്നെ ബന്ദികളുടെ പട്ടിക ലഭ്യമാക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ന് മോചനം, അതായത് ഈ 12 മണിക്ക് ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി മോചനം, ആദ്യഘട്ട മോചനം 3-4 ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് അത് ഏത് വഴിയാണ്, റഫ അതിർത്തി വഴിയാണോ അല്ലെങ്കിൽ മറ്റ് രീതികളിലാണോ എന്നെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ന വഴികളിലൂടെ ഇത്ര പേരെ കടത്തിവിടുന്നു, അവരുടെ പട്ടിക ഇതാണ് എന്ന ഹമാസിൻ്റെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് നൽകാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ബന്ദികളുടെ സുരക്ഷയുടെ കാര്യത്തിലും അവരുടെ ജീവിതത്തിൻ്റെ വിഷയത്തിലുമെല്ലാം തന്നെ വലിയ ആശങ്കകൾ ഇസ്രായേലിനുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഇവരെ ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുള്ള വിവിധ ടണലുകളുണ്ട്. ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ടണലുകൾ നിർമ്മിച്ച് ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുള്ള ഇടങ്ങളാണുള്ളത്. ഇവിടങ്ങളിലെല്ലാം അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സേനയ്ക്ക് നടത്തേണ്ടി വരും. അതിന് സ്വാഭാവികമായും US എയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും എല്ലാം തന്നെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക, ഹമാസ് മേഖലയിൽ അതിശക്തമായ ആക്രമണത്തിനും ഹമാസിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ പോലും ആശങ്ക ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് ഇത്തരം ഭീകര സ്വഭാവങ്ങളുള്ള സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് നാളെ അധികാരമേൽക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കകം തന്നെ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ആ തിരിച്ചടി വലിയ തോതിലുള്ള ഒരു ആക്രമണമായി അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവാത്ത സംഭവവികാസങ്ങളാണ് ഈ ഗാസയിൽ വെടിനിർത്തൽ നടപ്പായില്ല. പോരാട്ടം തുടരുക തന്നെയാണ് ഇസ്രായേൽ. ഹമാസ് വെടിനിർത്തൽ ധാരണ പാലിക്കാത്ത സാഹചര്യത്തിലാണ് പോരാട്ടം തുടരുന്നതെന്ന് ഇസ്രായേലി പ്രതിരോധ സേനയും അറിയിച്ചിരിക്കുകയാണ്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് കേസിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. മനുഷ്യക്കടത്തിലെ മുഖ്യ ഏജന്റുമാരായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസിഫ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത്. ആനന്ദ് ബുദ്ധൂർ ചേരുന്നുണ്ട്. ആനന്ദ്, പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് കേസിൽ. ബാക്കി എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഈ റഷ്യൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സുനിൽ ബാബുവിന്റെയും സന്ദീപ് ചന്ദ്രനെയും അടക്കം മനുഷ്യക്കടത്തിനിരയാക്കിയ മുഖ്യപ്രതികളാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഈ സന്ദീപിനെ കൊച്ചിയിൽ നിന്നും സുമേഷ് ആന്റണിയെ തൃശ്ശൂരെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസാണ് CP ഔസേപ്പിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് 3 പ്രതികളെയും കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെയും ബിനിൽ ബാബുവിന്റെയും ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതരായ മലയാളികളും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന കേസിൽ മറ്റു ചില മലയാളികൾക്ക് കൂടി ബന്ധമുള്ളതായാണ് കണ്ടെത്തൽ. ശരി ആനന്ദ്. ഏകതയുടെ ആഘോഷമാണ് കുംഭമേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതി മതഭേദമന്യേ എല്ലാവരും കുംഭമേളയിൽ ഒന്നാകുന്നു. യുവാക്കളുടെ സാന്നിധ്യം കുംഭമേളയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് നല്ല സൂചനയാണ്. ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് കുംഭമേളയെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. प्रयागराज में महाकुंभ का श्री गणेश हो चुका है. चिरस्मरणीय जन सैलाब, अकल्पनीय दृश्य और समता समरसता का असाधारण संगम. इस बार कुंभ में कई दिव्य योग भी बन रहे हैं. कुंभ का ये उत्सव विविधता में एकता का उत्सव मनाता है. संगम की रेती पर पूरे भारत के, पूरे विश्व के लोग जुड़ते हैं. हजारों वर्षों से चली आ रही इस परंपरा में कहीं भी कोई भेदभाव नहीं, जातिवाद नहीं. इसमें भारत के दक्षिण से लोग आते हैं, भारत के पूर्व और पश्चिम से लोग आते हैं. कुंभ में गरीब अमीर सब एक हो जाते हैं. ഭരണഘടനയ്ക്കും ഭരണഘടനാ ശില്പികൾക്കും ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ ആദ്യ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ISRO ശാസ്ത്രജ്ഞരെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭകരെയും അഭിനന്ദിച്ചു. സ്പേസ് ഡോക്കിംഗ് യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്നതുവരെ സാധ്യമാക്കി. ചെറിയ ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, ബയോടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, कुछ दिन पहले हमारे वैज्ञानिकों ने स्पेस सेक्टर में ही एक और बड़ी उपलब्धि हासिल की. हमारे साइंटिस्ट ने सैटेलाइट्स की स्पेस डॉकिंग कराई है. जब अंतरिक्ष में 2 स्पेस क्राफ्ट कनेक्ट किए जाते हैं तो इस प्रक्रिया को स्पेस डॉकिंग कहते हैं. यह तकनीक अंतरिक्ष में स्पेस स्टेशन तक सप्लाई भेजने और क्रू मिशन के लिए अहम है. भारत ऐसा चौथा देश बना है जिसने ये सफलता हासिल की है. साथियों, हमारे वैज्ञानिक अंतरिक्ष में पौधे उगाने और उन्हें जीवित रखने के प्रयास भी कर रहे हैं. इसके लिए इसरो के वैज्ञानिकों ने लोबिया के बीज को चुना. 30 दिसंबर को भेजे गए ये बीज अंतरिक्ष में ही अंकुरित हुए. ये एक बेहद प्रेरणादायक प्रयोग है जो भविष्य में स्पेस में सब्जियों उगाने का रास्ता खोलेगा. ये दिखाता है कि हमारे वैज्ञानिक कितनी दूर की सोच के साथ काम कर रहे हैं. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാലാകാലങ്ങളിൽ വോട്ടിംഗ് പ്രക്രിയ നവീകരിക്കുകയും ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തിയെന്നും മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മികച്ച പ്രവർത്തനം നടത്തുന്നു. എല്ലാ മാസത്തിലും അവസാന ഞായറാഴ്ച നടക്കുന്ന മൻ കി ബാത് റിപ്പബ്ലിക് ദിനാഘോഷത്തെ തുടർന്നാണ് ഈ മാസം 3ാമത്തെ ഞായറാഴ്ച അവതരിപ്പിച്ചത്. हमारे संविधान निर्माताओं ने संविधान में हमारे चुनाव आयोग को लोकतंत्र में लोगों की भागीदारी को बहुत बड़ा स्थान दिया है. देश में जब 1951-52 में पहली बार चुनाव हुए तो कुछ लोगों को संशय था कि क्या देश का लोकतंत्र जीवित रहेगा. लेकिन हमारे लोकतंत्र ने सारी आशंकाओं को गलत साबित किया. आखिर भारत मदर ऑफ डेमोक्रेसी है. बीते दशकों में भी देश का लोकतंत्र सशक्त हुआ है, समृद्ध हुआ है. मैं चुनाव आयोग का भी धन्यवाद दूंगा जिसने समय समय पर हमारी मतदान प्रक्रिया को आधुनिक बनाया है,
मजबूत किया है। आयोग ने जनशक्ति को और शक्ति देने के लिए तकनीकी शक्ति का उपयोग किया। मैं चुनाव आयोग को निष्पक्ष चुनाव के उनके कमिटमेंट के लिए बधाई देता हूं। മൻ കി ബാത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതാനുഭവങ്ങളെ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി. വരുന്ന 23-ാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. സുഭാഷ് ചന്ദ്രബോസ് ദാർശനികനായിരുന്നു. ആസാദ് ഹിന്ദു റേഡിയോ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. നേതാജിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ യുവാക്കൾ മുൻകൈ എടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये व्यक्ति कोई और नहीं, हमारे देश की महान विभूति नेताजी सुभाष चंद्र बोस थे। 23 जनवरी यानी उनकी जन्म जयंती को अब हम पराक्रम दिवस के रूप में मनाते हैं। उनके शौर्य से जुड़ी इस गाथा में भी उनके पराक्रम की झलक मिलती है। महज 27 साल की उम्र में वो कोलकाता कॉरपोरेशन के चीफ एग्जीक्यूटिव ऑफिसर बने और उसके बाद उन्होंने मेयर की जिम्मेदारी भी संभाली। नेताजी सुभाष का रेडियो के साथ भी गहरा नाता रहा है। उन्होंने आजाद हिंद रेडियो की स्थापना की थी, जिस पर उन्हें सुनने के लिए लोग बड़ी बेसब्री से प्रतीक्षा करते थे। उनके संबोधनों से विदेशी शासन के खिलाफ लड़ाई को एक नई ताकत मिलती थी। ജമ്മുകശ്മീരിലെ രജൌരിയിൽ നടന്ന ദുരൂഹമരണങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്രം. മന്ത്രിതല സമിതി രൂപീകരിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു. ആരോഗ്യം, ഫോറൻസിക് തുടങ്ങിയ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. കഴിഞ്ഞ 6 ആഴ്ചക്കിടെ 16 പേരാണ് രജൌരിയിൽ മരിച്ചത്. ഇവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. അജ്ഞാത രോഗത്തെ തുടർന്നായിരുന്നു മരണം. മരിച്ചവരിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ന്യൂറോടോക്സിനുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ജമ്മുകശ്മീർ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ മെഡിറ്റേഷൻ ആൻഡ് യോഗ സെന്ററിന്റെ സ്ഥാപകനും പരിശീലകനുമായ മഖി ഗുരുജിയും അനുയായികളും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സന്ദർശിച്ചു. ലക്നൌവിലായിരുന്നു കൂടിക്കാഴ്ച. പ്രയാഗ്രാജിൽ തുടർന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാനാണ് സംഘം എത്തിയത്. മുഖ്യമന്ത്രിക്ക് മുമ്പിൽ രാമായണവും ശിവതാണ്ഡവും ഭജനയും സംഘം ആലപിച്ചു. भक्त पुकारे दूर करो प्रभु दुख हमारे. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം. ഉയർന്ന തിരമാലകൾക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച രാവിലെ വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, കേരള തീരത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടെന്നും അതുപോലെ തന്നെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുമാണ് പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8:30 വരെയാണ് ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാലും പോകുന്ന ആൾക്കാർ സുരക്ഷിതരായിരിക്കണം. അവർ ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടായിക്കഴിഞ്ഞാൽ തിരികെ എത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സമില്ല. എന്നാൽ കൂടി സുരക്ഷിതരായിരിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ശരി ശ്രീനന്ദ. അമ്പലപ്പുഴയിൽ ശക്തമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് മണ്ണിനടിയിലായി. ആലപ്പുഴയുടെ തെക്കൻ തീരദേശ മേഖലകളിൽ വേലിയേറ്റത്തെ തുടർന്ന് 2 ദിവസമായി കടലാക്രമണം രൂക്ഷമാണ്. പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയ കടൽ ഭിത്തി എന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അമ്പലപ്പുഴയിലും വളഞ്ഞവഴിയിലുമാണ് വേലിയേറ്റത്തെ തുടർന്നുള്ള കടലാക്രമണം ശക്തമായത്. ഇവിടെ 10 മീറ്ററോളം കരയിലേക്ക് തിരമാല ആഞ്ഞടിച്ചതോടെ ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടക്കുന്ന തീരദേശ റോഡിൽ മണലടിഞ്ഞു കയറി. പ്രദേശത്ത് പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി ഇല്ലാത്തതാണ് ഈ ഭാഗത്ത് കടലാക്രമണം മൂലം നാശനഷ്ടങ്ങളും ദുരിതങ്ങളും തുടരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടെട്രാപോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ ശാസ്ത്രീയമായി സ്ഥാപിക്കാത്തതിനാൽ ടെട്രാപോഡുകൾക്ക് മുകളിലൂടെ തിരമാല ആഞ്ഞടിച്ച് കരയിലേക്ക് കയറുകയാണ്. നമ്മുടെ ഈ വളഞ്ഞൂഴി പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും കടൽകയറ്റം വളരെ ശക്തമായിരുന്നു. കടൽകയറ്റം ശക്തമായിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്ന റോഡ് മൊത്തം മണ്ണ് കയറി അടയുണ്ടായി.
അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നിട്ട് നിരവധി വീടുകൾ നമ്മളിപ്പോൾ വിഷയമുണ്ടല്ലോ, നിരവധി വീടുകളൊക്കെ പോയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ളത്, ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ വളഞ്ഞവഴി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ട് കടൽഭിത്തി നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ അത് പുലിമുട്ടാക്കി മാറ്റിയാൽ ഇവിടുത്തെ ഈ മണ്ണിനെ നിലനിർത്താനും അതുപോലെ തന്നെ ഭിത്തി കെട്ടി വീടുകൾ, ഇനി ബാക്കി വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്കറിയാം ഒട്ടനവധി വീടുകൾ പോയി ഇട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി തുടരുന്ന കടലാക്രമണം മൂലം നിരവധി വീടുകളും ചെമ്മീൻ പീലിംഗ് ഷെഡുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും തകർന്നിരുന്നു. ഇപ്പോഴും തീരത്തോട് ചേർന്നുള്ള അനേകം വീടുകൾ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പ്രദേശവാസികളുടെ ജീവനോപാധികൾ തകരാതിരിക്കാൻ അടിയന്തരമായി പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, ആലപ്പുഴ. ശബരിമല വാർത്തകൾ നോക്കാം. ശരണമെൻ്റെയ്യപ്പ. ശരണമെൻ്റെയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. നേരിയ മഴ പെയ്യുന്നുണ്ടെങ്കിലും തിരക്കിനെ അത് ബാധിക്കുന്നില്ല. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടച്ച ശേഷം മാളികപ്പുറത്ത് കുരുതി നടക്കും. ഇന്ന് വൈകിട്ട് 6 മണി വരെ മാത്രമാകും ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടുക. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഏറ്റവും അവസാന ദിവസവും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ മാത്രമാണ് ശബരീശ ദർശനത്തിനായി പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിവിടുക. ഇതിനുശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും. ഗുരുതി രാത്രി 11 മണിയോടെയാണ് ഗുരുതി നടക്കുന്നത്. 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ തീർത്ഥാടകരുടെ ദർശനം അവസാനിക്കും. നാളെ രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം രാജപ്രകൃതി ദർശനം നടത്തി തിരിച്ച് ഇറങ്ങുന്നതോടെ ഈ 2 മാസം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാകുകയാണ്. എല്ലായിടങ്ങളിലും ഭക്തിസാധനമാകുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് ഉള്ളത്. ഇന്നലത്തോണ്ട് അഭിഷേകങ്ങളൊക്കെ തീർന്നതിലും ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ, വലിയ ഒരു തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും ഉണ്ടാകും. മാളികപ്പുറത്ത് സമീപം മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഗുരുതിയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. എന്തായാലും ഗുരുതി കണ്ടു തൊഴുവാനും ഒരുപാട് ഭക്തർ ഇന്ന് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങളടക്കം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്നലെ ഉച്ചയോടെ ഈ അപ്പത്തിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. അതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ േണ്ടി വന്നിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി പരിഹരിച്ചു എന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ സന്നിധാനം കടന്നു പോവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ നട അടയ്ക്കാനുള്ളത്. രാത്രി 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കും. ദക്ഷിണഗംഗ പമ്പയ്ക്ക് ഇന്ന് നദീപൂജയും പമ്പ ആരതിയും. 113ാമത് അയിരൂർ ഹിന്ദുമത പരിഷത്തിനോടനുബന്ധിച്ച് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഫെബ്രുവരി 5 നടക്കും. പമ്പ മുതൽ പല്ലന വരെ പുണ്യനദിയുടെ 113 തീരങ്ങളിൽ നടത്തുന്ന പമ്പ ആരതിക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഹിന്ദുമത പരിഷത്ത് സംഘാടകരായ ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. പുണ്യനദി പമ്പയ്ക്ക് ഇന്ന് പമ്പ ആരതി നടക്കുകയാണ്. കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഗംഗ ആരതിക്ക് സമാനമായ രീതിയിൽ സമാനമായ മാതൃകയോടുകൂടിയാണ് ദക്ഷിണഗംഗയായ പമ്പ നദിക്ക് പമ്പ ആരതി, നദീബന്ധനവും പ്രത്യേക പൂജകളുമെല്ലാം ഇന്ന് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പമ്പാ തീരങ്ങളിൽ സവിശേഷമായിട്ടുള്ള ഈ ചടങ്ങ് നടക്കും. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനോടനുബന്ധിച്ച ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പമ്പ ആരതി ഈ സവിശേഷമായിട്ടുള്ള
ചടങ്ങ് നടക്കുന്നത്. നദീപൂജയും ജലസംരക്ഷണവും നദീ സംരക്ഷണവും ഒക്കെയുള്ള സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ചടങ്ങ്. മന്ത്രോച്ചാരണത്തോടുകൂടി വൈദിക ശ്രേഷ്ഠരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഈ നടക്കുന്ന ഈ ചടങ്ങ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള ഒന്നായി മാറുകയാണ്. ഹിന്ദു മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ നദീപൂജയുമായി ബന്ധപ്പെട്ടൊപ്പം പമ്പ ആരതിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്? തയ്യാറെടുപ്പുകൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? 113 കേന്ദ്രങ്ങളിലാണ്. സവിശേഷമായിട്ട് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നദീപൂജയും പമ്പ ആരതിയും ഒക്കെ. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 113 കേന്ദ്രങ്ങളിൽ പമ്പ ആരതി നടത്തുന്നത്. ശബരിമലയ്ക്ക് തൊട്ടടുത്ത് നിലയ്ക്കൽ കൊല്ലമൂഴി തൊട്ട് താഴെ പന്മന കടവ് വരെ 113 കേന്ദ്രങ്ങളിലാണ് ഈ ആരതി നടക്കുന്നത്. അതുകൂടാതെ അച്ചൻകോവിലാറിൻ്റെയും മണിമലയാറിൻ്റെയും തീരങ്ങളിലും ആരതി നടക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ കുളങ്ങളിൽ വരെ ഇന്ന് ആരതി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നദിയെ പൂജിച്ച് നദിയെ വന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നദീവന്ദനം ദക്ഷിണ ഭാഗീരഥിയായ പമ്പയെ വന്ദിക്കുന്ന അതിനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 ശേഷം ഈ 113 കേന്ദ്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും അതിൻ്റെ പൂജാവിധി പ്രകാരം ഉള്ള പമ്പ ആരതി നടക്കുകയാണ്. 113ാമത് വർഷം ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലം അതിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 113 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ നദീബന്ധനം നടത്തുന്നത്. പമ്പയുടെ തീരത്താണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്ജി ഈ വർഷത്തെ കൺവെൻഷനിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്രമീകരണങ്ങൾ ഇന്ന് ചെറുകോൽപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 1 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കൺവെൻഷൻ്റെ ഭാഗമായി നമ്മൾ നടുകയാണ്. അതേപോലെ തന്നെ ആദിവാസി മുതൽ യോഗക്ഷേമ സഭ വരെയുള്ള ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, അതേപോലെയുള്ള മറ്റ് സാംസ്കാരിക നായകന്മാർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സമ്മേളനമാണ് ഹിന്ദു ഏകതാ സമ്മേളനം. അത് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ചെറുകോൽപ്പുഴയിൽ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ അവിടെ നടന്നു വരികയാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ സ്ഥാനീയ സമിതികളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ യോഗങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ വിവേകാനന്ദ ജയന്തിയായ 12-ാം തീയതി മുതൽ സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയായ 23 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സമ്പർക്ക പരിപാടികളും അതേപോലെ തന്നെയുള്ള കുടുംബ യോഗങ്ങളും നടക്കുന്നത്. 23-ാം തീയതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പത്തനംതിട്ട ജില്ലയിലെയും ചെങ്ങന്നൂർ താലൂക്കിലെയും ഉൾപ്പെടെ 68 കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടക്കും. അങ്ങനെ വിപുലമായ തയ്യാറെടുപ്പുകൾ ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഡോക്ടർ മോഹൻജി ഭഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായും നടന്നു വരികയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു മഹാസമ്മേളനത്തിന് പമ്പാ തീരം ഒരുങ്ങിക്കഴിഞ്ഞു. തയ്യാറെടുപ്പുകളെല്ലാം പുരോഗമിക്കുകയാണ്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ തവണത്തെ ഹിന്ദു മഹാപരിഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഉള്ളതും. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പമ്പാ തീരത്ത് നിന്നും മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. ശബരിമലയിലെ സോളാർ പദ്ധതിക്കായി മാർച്ചിനുള്ളിൽ സിയാൽ DPR തയ്യാറാക്കും. സിയാൽ MDയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അതേസമയം സിയാൽ CSR ഫണ്ട് ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും 2 മാസത്തിനുള്ളിൽ കൺസൾട്ടിംഗ് നടപടികൾ പൂർത്തിയാക്കുമെന്നും സുഹാസ് IAS പറഞ്ഞു. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു വർഷം 15 കോടി രൂപ ഇലക്ട്രിസിറ്റി ഇതിനു വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സോളാർ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. സോളാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയാണല്ലോ സിയാൽ എയർപോർട്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഞങ്ങൾ കാണാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ DPR അതിൻ്റെ ടെക്നിക്കൽ അഡ്വൈസ് പിന്നെ സിയാൽ തന്നെ നമുക്ക് നൽകും. ബാക്കി കാര്യങ്ങൾ CSR ഫണ്ട് കൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിയാൽ തന്നെ ഒരു CSR ഫണ്ട് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ CSR ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ വെച്ചിട്ടാണ്. സുഹാസ് സാറ് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ സിംഡുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു ടെക്നിക്കൽ DPR ഞങ്ങൾക്ക് തയ്യാറാക്കി തരും. അതിൻ്റെ ടെക്നിക്കൽ അഡ്വൈസും സിയാലാണ് തരുന്നത്. സോ ഈ കാര്യത്തിൽ നമ്മുടെ ഓഫീസേഴ്സ് കൂടെ ഒരു കൺസൾട്ടൻസി ഫീ ഇല്ലാതെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു രീതിയിൽ ഇവിടെ സോലാർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉള്ള എല്ലാ ആക്ടിവിറ്റീസ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു 2 മാസത്തിൽ നമ്മുടെ എല്ലാ കൺസൾട്ടൻസി വർക്ക് കഴിയും.
ಮತ್ತು ಇದು മാത്രമല്ല കുറച്ച് ചെറിയ രീതിയിൽ വേറെ CSR ഇനിഷ്യേറ്റീവ് കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് സിയാൽ എടുത്തിട്ടുണ്ട്. ಮತ್ತು ഇത് എല്ലാ സിയാൽ ബോർഡിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. BJP പ്രവർത്തകൻ അണ്ടല്ലൂർ സന്തോഷിന്റെ 8ാം ധീര ബലിദാന ദിനം ആചരിച്ചു. അണ്ടല്ലൂരിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാനും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനും നിരവധി പേരാണ് എത്തിയത്. RSS ജില്ലാ സഹസേവാ പ്രമുഖ് KP സന്ദീപ്, ഖണ്ഡകാര്യവാഹ് K സുധീഷ്, മണ്ഡൽ കാര്യവാഹ് രജേഷ്, BJP ജില്ലാ സെക്രട്ടറി ജിതിൻ രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. 2017 ജനുവരി 19 CPM-കാർ വീട്ടിൽ അതിക്രമിച്ചു കയറി അണ്ടല്ലൂർ സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊല്ലം പരവൂരിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കാർ ഇടിച്ചു കയറിയ അപകടം. പരവൂർ ഊന്നിൻമൂടിലാണ് സംഭവം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട ഇന്നോവ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. 2 വാഹനത്തിലുള്ളവർക്കും പരിക്കേറ്റു. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.